200cc ആക്കുമ്പോൾ എന്തായാലും ഒരു മിനിമം ഒരു 25 bhp എങ്കിലും കൊടുക്കണ്ടേ. പ്രത്യേകിച്ച് യമഹയൊക്കെ ആകുമ്പോൾ നമ്മളത് പ്രതീക്ഷിക്കും. VAVI ടെക്നോളജി നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ വണ്ടി ടോപ്പ് സ്പീഡ് എത്ര ആയിരിക്കും എന്ന് ഞാൻ ആലോചിക്കും. ആ ഒരു എൻജിൻ ഇനി ഡിസ്കണ്ടിന്യൂ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എന്തെല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ R15 വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ യമഹയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. R15 മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയൊരു കോള് വരുന്നുണ്ട്. അത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. എന്നാൽ അറിയാത്തവർക്കും കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ട് ഷോറൂമിൽ നിന്നൊക്കെ ആയിട്ട് കിട്ടിയ കുറച്ച് ലീക്സ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി പറയാനായിട്ട് പോവുകയാണ്. അതായത് വേറൊന്നുമല്ല, നമ്മുടെ R2 ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. യമഹയ്ക്ക് അറിയാം ഇനിയും R15 എന്ന് പറഞ്ഞ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൽ 150cc കിങ് എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ ഇനിയും അതിനെ ഹൈപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ സെയിൽസ് ഇനി അത്രയ്ക്ക് അങ്ങോട്ട് വിചാരിച്ച പോലെ അത് കിട്ടാനായിട്ട് ചാൻസ് ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇന്ത്യൻ മോട്ടോർ സൈക്ലിംഗ് എൻട്രി ലെവൽ ബൈക്കുകളൊക്കെ ഏകദേശം ഒരു 200-250 ഇപ്പം ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു 400-450 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ആൾക്കാർ ഇപ്പം പുതിയതായിട്ട് പോയി വണ്ടി എടുക്കുന്നത്. പഴയ കാലങ്ങളൊന്നും അല്ല. ഒരു 300cc എന്നൊക്കെ ഇപ്പോൾ RTX ഒക്കെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് പേര് വാങ്ങുന്നുണ്ട്. സോ ഇനിയും R15 ഒരു പീക്ക് ലെവലൊക്കെ എത്തി. ഇനിയിപ്പോൾ ഒരു 200cc തന്നെ നല്ലതാകുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. ബട്ട് എന്നിരുന്നാലും യമഹ എന്നുള്ള ബ്രാൻഡിനെ വെച്ച് നോക്കുമ്പം ഈ 200cc അല്ലെങ്കിൽ 220cc ആണ് വരാനായിട്ട് പോകുന്നത് എന്നൊക്കെ പറയുന്നു. അത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. കാര്യം യമഹ ഇന്ത്യയെ അങ്ങനെ വലിയൊരു പെർഫോമൻസ് കാറ്റഗറിയിൽ പെടുത്താത്തൊരു രാജ്യമാണ്. കൂടുതൽ എഫിഷ്യൻസി നോക്കുന്നു എന്നാണ് യമഹയുടെ വാദം. സോ R2 എങ്ങനെ ആയിരിക്കും വരാനായിട്ട് പോകുന്നത്? നിലവിലുള്ള അതേ പ്ലാറ്റ്ഫോമിൽ സെയിം ഡിസൈനിൽ CC കൂട്ടിയായിരിക്കും വരുന്നത്? എൻ്റയർലി ഡിഫറൻ്റ് ആയിരിക്കുമോ? നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ കൂടി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനാണെങ്കിൽ ആ ഒരു ലെജൻഡറി ഡെൽറ്റ ബോക്സ് ഫ്രെയിമിൽ വരുന്ന ആ ഒരു ഫ്രെയിമിൽ ഒരു വ്യത്യാസം വരാൻ ചാൻസ് ഇല്ല. കാര്യം അത് ഓൾറെഡി പ്രൂവൺ ആണ്. അത് കോമ്പറ്റ് ചെയ്യുന്നത് RC390 പോലുള്ള വണ്ടികളൊക്കെ ആയിട്ടാണ്. ട്രാക്കിൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോഴും സ്റ്റിൽ ആൾക്കാർ റെഫർ ചെയ്യുന്നത് ആ ഒരു വണ്ടി. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രെയിമിലുള്ള ഒരു വ്യത്യാസമൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ആ സ്റ്റിൽ ആ ഒരു ഡയമണ്ട് കട്ട് ഫ്രെയിമും, കാരണം ഡയമണ്ട് അല്ലല്ലോ, ഡെൽറ്റ ബോക്സ് ഫ്രെയിം, പെരിമീറ്റർ ഫ്രെയിമൊക്കെ തന്നെ നിലനിൽക്കുന്നതാണ് നല്ലത്. ഇനിയും അത് ട്രാക്കിൽ റോൾ ചെയ്യാൻ ഒരുപാടുണ്ട്, കോൺകർ ചെയ്യാനായിട്ട്. സോ ആ ഒരു ക്രാങ്കിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരുമോ? തീർച്ചയായിട്ടും ക്രാങ്കിൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്രാങ്ക് കുറച്ചും കൂടെ ഒപ്റ്റിമൈസ് ചെയ്ത് ആ ഒരു CC കൂടുന്നതനുസരിച്ച് അതിനെ ഒപ്റ്റിമൈസ് അതിൻ്റെ കണക്റ്റിംഗ് റോഡിലും അതിൻ്റെ ഫയറിങ്ങിലും അതിൻ്റെ ഹെഡ് വർക്കിലൊക്കെ വ്യത്യാസം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാര്യം ട്രയംഫിൻ്റെ വണ്ടികൾ 400-ൽ നിന്ന് 350 ആക്കിയ സമയത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വന്നെന്ന് അവരുടെ എഞ്ചിനീയർമാർക്ക് ചോദിച്ച സമയത്ത് മനസ്സിലായി. ഫ്യൂലിംഗ് കൂട്ടി, അതുപോലെ തന്നെ ടൈമിങ് മാറ്റി, അഡ്വാൻസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ എന്തായാലും അപ്പം യമഹയിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വർക്കുകൾ പ്രതീക്ഷിക്കാം. സ്റ്റിൽ നമ്മൾ കാണുന്ന സമയത്ത് അതൊരു VAVI ടെക്നോളജി സെയിം എഞ്ചിനിൽ നിന്ന് ഒരു ബോർ ചെയ്ത് തരുന്നതുപോലെ ഫീൽ ചെയ്യത്തുള്ളൂ. ടെക്നിക്കലി ഒരുപാട് മാറ്റങ്ങൾ എന്തായാലും ആ ഒരു വണ്ടിയിൽ വരാം. കാര്യം ഇതൊരു ചലഞ്ചിങ് ആണ്. കാര്യം ഒരു 150 ഒരു 200cc പ്ലസിലോട്ട് ഇപ്പം നിലവിൽ എന്തായാലും അതിനൊരു 24, 25, 26 ആ ഒരു റേഞ്ചിൽ BHP പ്രതീക്ഷിക്കാം. ആ ഒരു BHP വരുമ്പം തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഒരു ചലഞ്ചിങ് ആ ഒരു എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് എഞ്ചിനീയറിങ്ങിൽ ഉണ്ടാവും. അപ്പം അതിനനുസരിച്ചുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവാം. സോ പവർ എന്തായാലും ഇപ്പം നിലവിലൊരു 18 bhp വരുന്ന വണ്ടിക്ക് 200cc ആക്കുമ്പോൾ എന്തായാലും ഒരു മിനിമം ഒരു 25 bhp എങ്കിലും കൊടുക്കണ്ടേ. പ്രത്യേകിച്ച് യമഹയൊക്കെ ആകുമ്പോൾ നമ്മളത് പ്രതീക്ഷിക്കും. VAVI ടെക്നോളജി നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ വണ്ടി ടോപ്പ് സ്പീഡ് എത്ര ആയിരിക്കും എന്ന് ഞാൻ ആലോചിക്കുന്നത്. മേ ബി ഇനീഷ്യൽ ആക്സലറേഷനിലും ആ ഒരു മിഡ് റേഞ്ചിലൊക്കെ ഉള്ള വ്യത്യാസം മാത്രമാകാനാണ് സാധ്യത കൂടുതൽ. ഒരു 170-യോ 180-യോ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ മൈലേജിൽ വലിയ ഡ്രോപ്പ് ഒന്നും വരാനായിട്ട് സാധ്യതയില്ല. ഒരു എങ്ങനെ പോയാലും ഒരു VAVI ഉള്ളത് കൊണ്ടും യമഹ ആയതുകൊണ്ടും ഒരു 40+ എങ്ങനെ പോയാലും കിട്ടും. പക്ഷേ പഴയതുപോലെ ഒരു 50-55 ചുമ്മാ ഓടിച്ചാലും കിട്ടുമെന്ന് തോന്നുന്നില്ല. കാര്യം പവർ അതിനനുസരിച്ച് കൂടുവാൻ പോവുകയാണ്. പിന്നെ എക്സ്ഷോറും പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം നിലവിലുള്ളതിനേക്കാളും ഒരു 30,000 തൊട്ടൊരു 20,000 തൊട്ടൊരു 30,000 വരെയൊക്കെ നമുക്ക് മാന്യമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ യമഹ ആണ് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടാകണം ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നത്. കാരണം ഇന്ത്യക്കാർ ഏകദേശമൊക്കെ ഒരു R15 ലെവലിലുള്ള പെർഫോമൻസ് ഒക്കെ മറന്നു തുടങ്ങി. ഇപ്പം ഗൊറില്ലയും സ്പീഡ് 400ഉം അതുപോലെ തന്നെ ഒത്തിരി വണ്ടി SD പോലും മികച്ച രീതിയിൽ മുന്നേറാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ യമഹയ്ക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല.
തീർച്ചയായിട്ടും ആ ഒരു എൻജിൻ ഇനി ഡിസ്കണ്ടിന്യൂ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കണ്ടിന്യൂ ആവാൻ സാധ്യത കുറവാണ്. XSRലും അതുപോലെ തന്നെ മറ്റേ എയറോക്സിലൊക്കെ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് ആദ്യ ഘട്ടത്തിൽ R15 ഈ ഒരു എൻജിൻ കൊണ്ടുവന്നിട്ട് രണ്ടാം ഘട്ടത്തിൽ MD15 കൂടെ ഈ ഒരു എൻജിൻ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. XSR ഇനി കുറേ നാളും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും 200cc മാറാൻ സാധ്യത കൂടുതൽ. എന്തായാലും ഈ വർഷം തന്നെ കാണും എന്നാണ് പറയുന്നത്. അപ്പോൾ R15 എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. കാര്യം വെയിറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം എന്തായാലും ഉണ്ടാവും. കാര്യം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ R15 ഒക്കെ ഡിമാൻഡ് എന്തായാലും നല്ല രീതിയിൽ ഇടിയും ഈ ഒരു R2 വന്നു കഴിയുമ്പം. കാര്യം എടുത്തു പറയാൻ മാത്രം R2വിനെക്കാളും മികച്ചതായിട്ട് R15 മാറാനായിട്ട് ഒറ്റ കാര്യം ഞാൻ കാണുന്നുള്ളൂ, എങ്ങനെ ഓടിച്ചാലും കിട്ടുന്ന മൈലേജ്. സോ അത് മാത്രമേ ഉള്ളൂ. ഇതിന് വലിയ കുറവും വരാനായിട്ട് സാധ്യതയില്ല. എന്തായാലും VW എടുത്ത് കളഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടിക്ക് യമഹ നിൽക്കാനായിട്ടും പോകുന്നില്ല. സോ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. കുറച്ച് ക്വാളിറ്റി ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറ. എനിക്ക് തോന്നുന്നത് ഒരു വളരെ ലേറ്റ് ആയിട്ടുള്ള എൻട്രി ആയിരിക്കും ഇത് 200cc ഉള്ള യമഹയുടെ. ഇനിയിപ്പോൾ R15 നിലനിർത്തിക്കൊണ്ടാണോ 200cc ആയിട്ടുള്ള R2 വരുന്നതെന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും R15 കാര്യത്തിൽ തീരുമാനമാവും, അത് ഉറപ്പാണ്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിന് കോമ്പറ്റീഷൻ വരുന്നത് ഏത് വണ്ടിയൊക്കെ ആയിരിക്കും? XMR, RS200, അതുപോലെ തന്നെ RC200. അതൊക്കെ പണ്ട് തൊട്ടേ XMR വെച്ച് ബാക്കി രണ്ട് വണ്ടി പണ്ട് തൊട്ടേ 24+ bhp ഉള്ളതാണ്. സോ നമുക്ക് കണ്ടറിയാം എന്താകും അവസ്ഥ എന്നുള്ളത്.